ഇവർക്ക് രണ്ട് വാക്ക് വാക്ക് പറയാൻ ഇറങ്ങി വന്നിട്ട് വേണമെങ്കിൽ പറയാം. കണ്ടു, ഒരു നക്ഷത്രമാരിയുള്ള ഒരു സാധനത്തിനെ കണ്ടു, ഒരുപാട് കളർ മീനുകൾ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ആമനെ കണ്ടില്ല, കണ്ടു പറയാ കളർ മീനുകള്. ആമ കണ്ടു പറയും. ആമ വലിയൊരു ആമനെ കണ്ടു, സൂപ്പർ ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ നല്ലൊരു കൂടി സ്കൂബ ഡൈവിങ്ങിന് പോകുന്നത് 12 മീറ്റർ ആഴത്തിലാണ് ചെയ്യാൻ പോണത്. നടുക്കടലിരിക്കാൻ പോണത്. നല്ല നീരാകാശമുള്ള കളർ, നീല കളർ, പച്ച കളറൊക്കെയാണ്. അടിപൊളിയാണ്. ഒരു കിലോമീറ്റർ ദൂരം. എത്ര ആഴത്തില് ചെയ്യാ? 12 മീറ്റർ. അപ്പൊ ഈ ഷാർക്കൊക്കെ വരുമോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും ഷാർക്കിനെ കാണാം, തിരട്ടിയെ കാണാം. അപകടമുണ്ടോ ഇതില്? നമ്മളെ ബ്രീഫ് ചെയ്തല്ലോ, ട്രെയിനിങ് ഒക്കെ തന്നല്ലോ. എത്ര വർഷത്തെ പരിചയമുണ്ട്? പരിചയമുണ്ട്. 30 വർഷത്തിൽ എന്തെങ്കിലും അപകടം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടില്ല? ഇതുവരെ ഉണ്ടായിട്ടില്ല. കണ്ണയെ കാഴ്ച തിന്ന് പുറം കടലിലാണ്. ചുറ്റും കടലാണ്, ആഴമുള്ള കടലിലാണ്. ഒരു കാര്യം മുങ്ങിട്ടും കെട്ടിയപ്പാനാ വില. അപ്പുറമൊക്കെ തിരയടിക്കുകയാണ്, കണ്ടില്ലേ? പുറത്തുള്ള വെള്ളം പുറംകടൽ അമിനി ദ്വീപാണ് കാണുന്നത്. അപ്പോൾ നല്ല തെരയുണ്ട്. അങ്ങനെ നടുക്കടലെത്തി. അപ്പോൾ അവിടെ കൊണ്ട് ബോട്ടിനെ നിർത്തി. ബോട്ട് ആടി ഒലയും. അതില്ലാതിരിക്കാനും നീങ്ങിപ്പോകാതിരിക്കാനും വേണ്ടി ആങ്കർ പാതാളവാരന്മാരത്തെ ഒരു കുറ്റിയെടുത്തിട്ട് പൗഴപ്പുറ്റി കൊണ്ട് ലോക്ക് ചെയ്ത് വെക്കും ഇവർ മുങ്ങിയിട്ട്. അങ്ങനെ നിർത്തിയ ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവർ നമ്മൾക്ക് ട്രെയിനിങ് തരിക. നമ്മുടെ മൂക്കും കണ്ണും ഒരു റബ്ബർ കണ്ണാടി കൊണ്ട് മൂക്കിലേക്കും കണ്ണിലേക്കും വെള്ളം കടക്കാത്ത വിധം ലോക്ക് ചെയ്യും. ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് വരുന്ന കുഴൽ നമ്മുടെ വായിലും കൊണ്ട് കടിച്ച് ചുണ്ടുകൊണ്ട് അമർത്തി പിടിക്കണം. ഒരു കാരണവശാലും അത് ചുണ്ട് തുറക്കാൻ പറ്റില്ല. അതിലൂടെയാണ് നമ്മൾ ഓക്സിജൻ എടുക്കുന്നതും ശ്വാസം പുറത്തു വിടുന്നതും. നമ്മുടെ ശരീരത്തിൽ എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് പോയാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി പൊങ്ങി വരും. അപ്പോൾ അത് കാരണം അവർ ഇയ്യക്കട്ടയും കൂടി വെച്ചിട്ടാണ് നമ്മളെ കെട്ടിത്താത്തുക. താത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പൊങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ സംസാരിക്കാൻ പറ്റില്ല. ആക്ഷൻ കാണിക്കണം, ആംഗ്യ ഭാഷ കാണിക്കണം. അതവർ പറഞ്ഞു തരും. അത് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ സിലിണ്ടർ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ജാക്കറ്റിൽ വായു നിറയും. അപ്പം തന്നെ നമ്മൾ പൊങ്ങി വരും. നമ്മുടെ ജീവൻ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പോണത്. ഭയങ്കര ഉത്തരവാദിത്വമുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. ഇതിൽ പരിശീലനം ലഭിച്ചവരും സർട്ടിഫിക്കറ്റും ലൈസൻസും ഉള്ളവരാണ് നമ്മളെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. 12 മീറ്റർ ആഴത്തിൽ പോയി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4500 രൂപയും 5 മീറ്റർ ആഴത്തിൽ ചെയ്യുന്നതിന് വേണ്ടി 3500 രൂപയാണ് ഫീസ്. അവരെല്ലാവരും ചെയ്തു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഒരുപാട് ചെയ്തത് അവരെല്ലാവരും കൂടി നിർബന്ധിച്ച ശേഷം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇവർക്ക് രണ്ട് വാക്ക് വാക്ക് പറയാൻ ഇറങ്ങി വന്നിട്ട് വേണമെങ്കിൽ പറയാം. രണ്ട് വാക്ക്. ഇൻഷാല്ലാ ഞാൻ പോയിട്ട് വരാന്ന് പറയും. നിങ്ങക്ക് ചെറിയ എനിക്ക് പേടി, നമുക്ക് മരണവേദന, നിങ്ങക്ക് കളിവളയാണ്. അമ്മയ്ക്ക് വീണവേദന, മരണവേദന. അന്ന് വെച്ചോണ്ടാണ് ഈ പിള്ളേരുണ്ട്. ഓക്കെ, ഇവർക്ക് പോണത് ഞാനൊരു കോലിട്ടിട്ട് അളവ് കാണിച്ചു കൊടുത്തപ്പോഴാണ് നല്ല പോണത്. കാലിൽ മണലില്ല, ഇങ്ങോട്ട് കഴിക്കാനും വന്നിരിക്കുന്നത് ഒരു തരം കണ്ട മണലില്ല. മണലിൽ വന്നിട്ടില്ല, കണ്ട
കെബിയൊക്കെ പോണത് കാണാം. കെബീർക്കാൻ കുറച്ച് കഴിഞ്ഞിട്ടും കാണാം. ഇപ്പൊ കണ്ട കാണില്ല. ഞാൻ ആദ്യമായിട്ടാണ് കടലിൽ നടുവിലേക്ക് പോകുന്നതും ഇതുമാതിരി ഒരു കാഴ്ച കാണുന്നതും ആദ്യമായിട്ടാണ്. ഞാൻ ഇത്രത്തോളം ഭംഗിയുണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വിവിധയിനം ജീവികൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ പവിഴപ്പുറ്റുകൾ. ഇതിനൊക്കെ ജീവനുണ്ട്. ചിലത് ഉറച്ചു നിൽക്കുന്നതുണ്ട്, ചിലത് ഇങ്ങനെ ആടി ജീവനോടുകൂടി ഇളകുന്നതും ഉണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട് കാണാൻ. വിവിധയിനം കളർ മീനുകൾ, കടൽ കുതിര, സീ ഹോഴ്സ്, പവർ ബ്ലാക്ക്, ബട്ടർഫ്ലൈ ഫിഷ്, കോമാളി മീൻ, നീരാളി, നക്ഷത്ര മീൻ, വിവിധയിനം കടലാമകൾ, കടൽ വെള്ളിരി, സീ കുക്കുംബർ പറയും. സീ കുക്കുംബറിന് നമ്മൾ തൊടാനോ എടുക്കാനോ പറ്റില്ല. അതിന് കോടികളും ലക്ഷങ്ങളും വിലയാണ്. അവിടെ നിറയുണ്ട്. അതൊരു കറുപ്പ് കളറിൽ ഒരു 1.5 അടി നീളത്തിൽ ഒരു 10 ഇഞ്ച് ചുറ്റളവുണ്ടാവും. 10 ഇഞ്ച് ചുറ്റളവ് ഇങ്ങനെ ഒരു വണ്ണത്തിലൊക്കെ കിടക്കുന്നുണ്ടാവും. നിറയെ കിടക്കുന്നുണ്ട്. അതൊന്നും ആരും എടുക്കാൻ പറ്റില്ല, തൊടാനും കൂടി അത് പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് വിലപിടിച്ച സമ്പത്തുകളൊക്കെയാണ് കടലിനുള്ളിലുള്ളത്. അവിടെ ഞാൻ അങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് മീനൊക്കെ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ പോകുമ്പോൾ കോടുകയാണ് അടുത്തെത്തുമ്പോൾ. അതൊക്കെ ഭയങ്കര രസമാണ്. പലതരം കളർ മീനാണ്. ഈ ബഫർ ഫിഷ് ഉണ്ട്, അതിന് വിഷമുണ്ട്. നമ്മളങ്ങനെ എല്ലാ മീനിനെയും തൊടാൻ പറ്റില്ല, എല്ലാ ജീവജാലങ്ങളെയും തൊടാൻ പറ്റില്ല. അവർ പ്രത്യേകം പറയും. അവർ പറഞ്ഞതിൻ്റെ മാത്രം നമ്മൾ തൊടാൻ പറ്റുള്ളൂ. എല്ലാത്തേനും തൊട്ട് കഴിഞ്ഞാൽ വിഷവും ഉണ്ടാവും. അപ്പോൾ അവർ കാണിച്ചു തരും തൊടേന്, അതിന് മാത്രം നമുക്ക് തൊടാം. അതിലുള്ള മണലിനൊക്കെ ഇങ്ങനെ വാരി വതറുമ്പോൾ തന്നെ മീൻ തീറ്റിയാണ് വിചാരിച്ചിട്ട് ഓടി വരും നമ്മുടെ അടുത്തേക്ക്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കടലിൻ്റെ ഉള്ളിൽ വളരുന്ന ചെടിയിനം ചെടികൾ, വിവിധ തരത്തിലുള്ള വർണ്ണത്തിലും വലിപ്പത്തിലുമുള്ള പലതരത്തിലുള്ള പവിഴപ്പുറ്റുകൾ, ജീവനുള്ളതും ജീവനില്ലാത്തതും, അങ്ങനെ കോറൽസ്, വിവിധ ഇനം ശംഖുകൾ. കരയുള്ളതിനേക്കാൾ എത്ര തരം മനോഹരമായിട്ടാണ് കടലിൽ ജീവജാലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിൽ വന്നിട്ട് ഈ ഒരു കാഴ്ച കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ്. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. അങ്ങനെ മീനൊക്കെ കണ്ടപ്പോൾ പിടിക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങനെ വിട്ടിട്ട് വായിന്ന് പെട്ടെന്ന് ചുണ്ടിൻ്റെ ഭാഗം വിട്ട് എൻ്റെ വായിൽ ചെറിയ രീതിയിൽ വെള്ളം കയറി. പിന്നെ അങ്ങനെ പൊങ്ങി. ഞാൻ ആംഗ്യം കാണിച്ചു, അവർ അങ്ങനെ പൊക്കി എന്നെ. പൊക്കി 2ാം പ്രാവശ്യമാണ് പിന്നെ ഇറങ്ങിയത് ഞാൻ. ഇത് ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു തരം പവിഴപ്പുറ്റാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വളരെ കൂട്ടമായിട്ടാണ് മീനുകൾ കിടക്കുന്നത്. ഓരോ കൂട്ടമാണ്, ഒരേ തരമുള്ളൊരു കൂട്ടം, വ്യത്യസ്ത തരമുള്ള കൂട്ടം. ഇതിൻ്റെ ഇടകളിലൊക്കെ നിറയെ ദ്വാരങ്ങളാണ്. ഈ പവിഴപ്പുറ്റുകളുടെ ഇടയിൽ കൂടെയൊക്കെ ഈ മീനുകൾക്ക് ശത്രുക്കളിൽ നിന്നും പെടാതെ സഞ്ചരിക്കാനുള്ള നിറയെ ഗ്യാപ്പുകളും ദ്വാരങ്ങളും ഒക്കെ ഇഷ്ടംമാതിരിയുണ്ട്. അവർ നല്ല സുരക്ഷിതമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ നിന്ന് ഒന്നും എടുത്തുകൊണ്ട് വരാനോ എടുക്കാനോ കേടുവരുത്താനോ നശിപ്പിക്കാനോ ഒന്നും പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ വിവിധ ഇനം കടൽ മീനുകളും വിവിധ ഇനം അലങ്കാര മത്സ്യങ്ങളും ജീവജാലങ്ങളും എത്രയാണ്, എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്, എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ പോകുമ്പോൾ കെട്ടുന്ന ചെരുപ്പ് ഇടണം, അല്ലെങ്കിൽ ഷൂ ഇടണം. ഇതിൻ്റെ ഈ കോറലിൽ ഈ പവിഴപ്പുറ്റുകൾ ഭയങ്കര മൂർച്ചയാണ്. അതിൽ നമ്മുടെ കയ്യോ കാല തട്ടിയ ചൊകര വരും. അത്രയും മൂർച്ചയാണ്. പക്ഷെ അവർ നമ്മളുടെ അവിടെ എത്തുമ്പോൾ നമ്മുടെ കാലൊക്കെ അവർ പൊക്കും. വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ടോ കാലൊക്കെ താഴെ മുട്ടോ ചോദിച്ചിട്ട് അവർ അങ്ങനെ നമ്മളെ അവിടെ നിന്ന് കാലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ പൊക്കും. അതേമാതിരി ഇത് കാണുന്നത് സ്റ്റാർ മീനാണ് ഈ കിടക്കുന്നത്. അതൊക്കെ വളരെ ഭംഗിയാണ്. വളരെ എന്തതിൻ്റെ ചന്തെന്ന് പറഞ്ഞാൽ തന്നെ അറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കളറുകളാണ്. ഈ സാധനങ്ങളൊക്കെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള സാധനങ്ങളൊക്കെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കാലിൽ പൊട്ടുകയോ ചൊകര വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ മണത്തിട്ട് ദൂരെ നിന്ന് പലതരം മീനുകൾ വരും. അത് നമ്മളെ ആക്രമിക്കും. ആ ചൊകര കുടിക്കും, നമ്മളെ ആക്രമിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചൊകര വരാൻ പറ്റില്ല പറഞ്ഞത്. പിന്നെ ചൊകര വന്ന് അറിയൂല്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നമ്മളെ വളരെ ജാഗ്രതയോടെയാണ് ശ്രദ്ധിക്കുന്നത്. കണ്ട് എൻ്റെ കാലിപ്പൊക്കിന് കണ്ടില്ലേ, അങ്ങനെ വളരെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ 4500 കൊടുത്താലും വളരെയധികം ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതിൽ കണ്ടു ഒരു നക്ഷത്രമാരിയുള്ള ഒരു സാധനത്തിനെ കണ്ടു. ഒരുപാട് കളർ മീനുകൾ കണ്ടു. വളരെ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ആമനെ കണ്ടില്ല. കളർ മീനുകള്
ആമ വലിയൊരു ആമനെ കണ്ടു. സൂപ്പറായിട്ടുണ്ട് ആമ. തന്നെ ആമനെ മാത്രം ഫോട്ടോ കൊടുത്തില്ല. കടലിൻ്റെ അടിയിൽ ഇത് കാണാൻ പോയില്ലെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായെന്നെ. ഈ പവിഴപ്പുറ്റുകളൊക്കെ ഇങ്ങനെ ചുറ്റും നിറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിൽ 10-20 അടി ആഴമുള്ള പെട്ടെന്നുള്ള ഗർത്തങ്ങളുമാതിരിയുള്ള കുഴികളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഇവിടെ വന്ന് ഇതെല്ലാം കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനി അടുത്ത വീഡിയോ നടുക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.